ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന ദേവാലയമായ തുമ്പോളിപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് പള്ളിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. തുമ്പോളി പട്ടണത്തിന്റെ ഒത്ത നടുവിലായിട്ടാണ് തുമ്പോളിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ പള്ളിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. വിശുദ്ധ തോമസ് ലിഹായുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം ദൈവമാതാവായ പരിശുദ്ധ അമലോത്ഭവ മാതാവും അവിടുത്തെ തിരുനാളുമാണ് തുമ്പോളിപ്പള്ളിയെ പ്രശസ്തമാക്കിയത്. 5 നൂറ്റാണ്ടിലേറെ പഴക്കവും വിശ്വാസ പാരമ്പര്യമുള്ള ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് തുമ്പോളി. AD 6-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് കുടിയേറിയ മാർത്തോമ ക്രിസ്ത്യാനികൾ ആദ്യം ഓലമേച്ചുള്ള ചെറിയ പള്ളിയാണ് സ്ഥാപിച്ചത്. പിന്നീട് AD 1600-ലാണ് കല്ലും തടിയും ഉപയോഗിച്ച് തുമ്പോളിയിൽ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ഈ പള്ളിയുടെ കാലപ്പഴക്കവും പാരമ്പര്യവും ചരിത്ര പ്രാധാന്യം എന്നിവ കൂടാതെ മറ്റ് പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മൈനർ ബസിലിക്ക തീർത്ഥാടന ദേവാലയ പദവിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ദേവാലയം കൂടിയാണിത്. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായ തുമ്പോളി പെരുന്നാൾ വളരെ ചരിത്രപ്രസിദ്ധമായ തിരുനാളാണ്. എല്ലാ വർഷവും നവംബർ 27 മുതൽ ഡിസംബർ 15 വരെയാണ് ആഘോഷിക്കപ്പെടുന്നത്. നാനാജാതി മതസ്ഥർ ഇവിടെ തീർത്ഥാടനം ചെയ്യുകയും ചെയ്യുന്നു. കണക്കനുസരിച്ച് നോക്കുമ്പോൾ തുമ്പോളിയുടെ പാരമ്പര്യവും കാലപ്പഴക്കം എന്ന് പറയുന്നത് 1200 വർഷത്തിന് മേലെയാണ്. 1599-ലാണ് തുമ്പോളി മാതാവിൻ്റെ തിരുനാളായ തുമ്പോളി പെരുന്നാൾ ഔദ്യോഗികമായി ആരംഭിച്ചത്. 1500-നും 1700-നും ഇടയിൽ വലിയ ദേവാലയം പണിയുവാൻ പലതവണ ശ്രമിച്ചെങ്കിലും അവയെല്ലാം അന്നത്തെ കാലത്തെ യുദ്ധത്തിലും അക്രമങ്ങളിലും തീപിടുത്തത്തിലും നശിപ്പിക്കപ്പെട്ടു. ഈ കാണുന്ന തുമ്പോളി പള്ളിയോട് അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളാണ്. 1600-ൽ പുതിയ വലിയൊരു ദേവാലയം പണിയാനായി തീരുമാനിക്കുകയും കൊച്ചി രാജാവിൻ്റെ അനുമതിയോടുകൂടി തുമ്പോളിയിൽ പള്ളി നിർമ്മാണം ആരംഭിച്ചു. തുമ്പോളി മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ മാതാവ് എന്നും നാവികരുടെ അമ്മ എന്നും വിളിക്കപ്പെടുന്നു. 1550-നും 1600-നും ഇടയിൽ ഇറ്റലിയിൽ നിന്ന് അറബിക്കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും കാരണം കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കപ്പിത്താൻ കപ്പലിൻ്റെ പ്രത്യേക അറയിൽ സൂക്ഷിച്ചിരുന്ന ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഫലമായി കടലും കാലാവസ്ഥയും ശാന്തമാകുകയും കപ്പൽ തുമ്പോളി തീരത്ത് വന്നു നിൽക്കുകയും ചെയ്തു. അപ്പോൾ കപ്പിത്താന് കിട്ടിയ ദർശനപ്രകാരം കപ്പലിലുണ്ടായിരുന്ന ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം തുമ്പോളി പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ ഏൽപ്പിച്ചു. ഈ കാണുന്നതാണ് പള്ളിയുടെ മനോഹരമായ ഉൾഭാഗം. 1624-ൽ പള്ളിയുടെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. അതിനിടയിൽ ഒരിക്കൽ ദേവാലയത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ 2 കള്ളന്മാർ പാതിരാത്രി മാതാവിൻ്റെ തിരുസ്വരൂപത്തെയും ആഭരണങ്ങളെയും മോഷ്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് അവർ പള്ളിയുടെ ആനവാതിക്കൽ വരെ എത്തിയപ്പോൾ മാതാവിൻ്റെ രൂപത്തിന് ഭാരം കൂടുകയും അങ്ങനെ അവർ ക്ഷീണിച്ച രൂപം അവിടെ താഴെ നിലത്ത് വയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മാതാവിൻ്റെ രൂപത്തിനെ അവർക്ക് ഒരടി പോലെ ഉയർത്തുവാനോ അനക്കുവാനോ സാധിച്ചില്ല. 1680-ൽ തുമ്പോളിപ്പള്ളിക്ക് അവസാനമായി അഗ്നിബാധയുണ്ടായി. പള്ളിയിൽ കത്തിച്ചു വെച്ചിരുന്ന കെടാവിളക്ക് മറിഞ്ഞ് പള്ളിക്ക് തീപിടിക്കുകയും കത്തി നശിക്കുകയും ചെയ്തു. എന്നാൽ തുമ്പോളി മാതാവിൻ്റെ തിരുസ്വരൂപം തീനാളമേൽക്കാതെ കൂടുതൽ ശോഭയോടെ സുരക്ഷിതമായിരിക്കുന്നതാണ് ജനങ്ങൾ കണ്ടത്. ഇതൊരു വലിയ അത്ഭുതമായിട്ടാണ് വിശ്വസിക്കുന്നത്. അവസാനമായി 1730-ൽ ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു. അന്ന് പള്ളിയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ കുമ്മായം, വരാൽ പശ, ചുണ്ണാമ്പ് എന്നിവ കൊണ്ട് സുർക്കി മിശ്രിതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്ന അൾത്താര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒറ്റത്തടിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തുമ്പോളിപ്പള്ളിയിലേക്ക് വരാനായി ആലപ്പുഴ നഗരത്തിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. 1599 മുതലാണ് തുമ്പോളി മാതാവിൻ്റെ തിരുനാളായ തുമ്പോളി പെരുന്നാൾ ഔദ്യോഗികമായി ആരംഭിച്ചത്. ആദ്യകാലത്ത് 1.5 നൂറ്റാണ്ട് മുമ്പ് വരെ മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളായിരുന്നു ആഘോഷിച്ചിരുന്നത്. പിന്നീടാണ് മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ തീയതിയിലും മാസത്തിലും മാറ്റം വരുത്തിയതല്ലാതെ തിരുനാൾ ചടങ്ങുകൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ മാറ്റം വരുത്തിയിട്ടില്ല ഇതുവരെ. തുമ്പോളി പള്ളിയുടെ അടുത്ത് തന്നെയായിട്ടാണ് തുമ്പോളി ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. തുമ്പോളി പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള റോഡിലൂടെ ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന തുമ്പോളി ബീച്ചിൽ എത്താം. തുമ്പോളി ബീച്ചിൻ്റെ അടുത്ത് തന്നെയായി ഒരു കുരിശുപള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് തുമ്പോളി ബീച്ച്. വളരെ മനോഹരമായൊരു ബീച്ചാണ് തുമ്പോളി ബീച്ച്. തുമ്പോളി പള്ളിയിലേക്ക് തീർത്ഥാടകരായി വരുന്നവരെല്ലാം തന്നെ തുമ്പോളി ബീച്ചും കൂടെ സന്ദർശിച്ചതിന് ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ. ഇവിടെ നിന്ന് തുമ്പോളി ബീച്ചിൻ്റെ കാഴ്ച നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഞാനിവിടെ വന്നപ്പോൾ നല്ല തെളിവുള്ള ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നീല ആകാശവും നീല നിറത്തിലുള്ള കടലിൻ്റെ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. വളരെ വൃത്തിയുള്ളൊരു ബീച്ചും കൂടെയാണ് തുമ്പോളി ബീച്ച്. തീരദേശ ഭാഗത്തായി തന്നെ ഒരുപാട് പള്ളികളും സ്ഥിതി ചെയ്യുന്നുണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബീച്ചുകളും പള്ളികളുമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അർത്തുങ്കൽ ബീച്ചും മാരാരിക്കുളം ബീച്ചും ചെല്ലാനം ബീച്ചും ഒക്കെ ഈ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. തുമ്പോളി കടപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. മുരളിയുടെ സിനിമയായ തുമ്പോളി കടപ്പുറമൊക്കെ ഈ സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
വൈകുന്നേരങ്ങളാണ് പള്ളി സന്ദർശിക്കാൻ പറ്റിയ സമയം. വൈകുന്നേരം പള്ളി സന്ദർശിച്ചതിന് ശേഷം ഇവിടെ വന്ന് തുമ്പോളി കടപ്പുറത്തെ സൂര്യാസ്തമനമൊക്കെ കണ്ടിരിക്കുക വളരെ മനോഹരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക.